CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ SBT ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്. കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഒറ്റപ്പാലം NSS കോളേജിലെ യൂണിയൻ തിരഞ്ഞെടുപ്പിൽ KSU പാനലിന് ജയം. തിരഞ്ഞെടുപ്പ് മാറ്റിവെച്ച് 50 ദിവസത്തിനു ശേഷം ഹൈക്കോടതി ഇടപെടലിനൊടുവിൽ നടന്ന തിരഞ്ഞെടുപ്പിലാണ് KSU പാനൽ ചെയർമാൻ ഉൾപ്പെടെ 9 ജനറൽ സീറ്റുകളിലും വിജയിച്ചത്. U അനന്തകൃഷ്ണനെ ചെയർമാനായി തിരഞ്ഞെടുത്തു. കോൺഗ്രസ് വിട്ടെത്തിയ ഡോക്ടർ P സരീൻ CPM ഒറ്റപ്പാലം ഏരിയ സമ്മേളന സദസ്സിലെത്തി. കോൺഗ്രസിലിരിക്കെ പ്രവർത്തന മണ്ഡലമായിരുന്ന ഒറ്റപ്പാലത്തെ ഏരിയ സമ്മേളനത്തിനാണ് ഉദ്ഘാടന സമയത്ത് സരീൻ എത്തിയത്. കരിമ്പയിൽ 2 ദിവസമായി നടന്നുവന്ന CPM മണ്ണാർക്കാട് ഏരിയ സമ്മേളനം സമാപിച്ചു. കരിമ്പ മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ദീർഘകാലം ഏരിയ കമ്മിറ്റി അംഗവുമായിരുന്ന NK നാരായണൻകുട്ടിയെ ഏരിയ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു. പെരിന്തൽമണ്ണയിലും CPIM ഏരിയ സമ്മേളനം തുടങ്ങി. ശ്രീകൃഷ്ണപുരത്തു നടന്ന പാലക്കാട് ജില്ലാ കലോത്സവത്തിൽ ഒറ്റപ്പാലം ഉപജില്ല ഓവറോൾ ജേതാക്കൾ. 904 പോയിന്റ് നേടിയാണ് ഒറ്റപ്പാലം വിജയം നേടിയത്. സമാപന സമ്മേളനവും സമ്മാനദാനവും കോങ്ങാട് MLA അഡ്വക്കേറ്റ് K ശാന്തകുമാരി ഉദ്ഘാടനം ചെയ്തു. ഒറ്റപ്പാലം NSS കോളേജിലെ യൂണിയൻ തിരഞ്ഞെടുപ്പിൽ KSU പാനലിന് വിജയം. തിരഞ്ഞെടുപ്പ് മാറ്റിവെച്ച് 50 ദിവസത്തിന് ശേഷം ഹൈക്കോടതി ഇടപെടലിനൊടുവിൽ നടന്ന തിരഞ്ഞെടുപ്പിലാണ് KSU പാനൽ ചെയർമാൻ ഉൾപ്പെടെ 9 ജനറൽ സീറ്റുകളിലും വിജയിച്ചത്. U അനന്തകൃഷ്ണനെ ചെയർമാനായി തിരഞ്ഞെടുത്തു. കാലങ്ങളായി SFI ജയിക്കാറുള്ള കോളേജ് കഴിഞ്ഞ തവണയാണ് KSU പിടിച്ചെടുത്തത്. ഇത്തവണ കോളേജ് നിലനിർത്താനും KSUവിനായി. പാർലമെന്ററി രീതിയിലാണ് ഒറ്റപ്പാലം NSS കോളേജിലെ തിരഞ്ഞെടുപ്പ്. 9 ജനറൽ സീറ്റുകളിലും KSU പാനലിന് 27 വോട്ട് വീതവും SFI പാനലിന് 24 വോട്ട് വീതവുമാണ് ലഭിച്ചത്. കോളേജിൽ ക്ലാസ് പ്രതിനിധികളായി ജയിച്ച 51 പേർക്കാണ് വോട്ടവകാശം ഉണ്ടായിരുന്നത്. ഇതിൽ കൂടുതൽ വോട്ട് കിട്ടിയതോടെയാണ് KSU പാനലിലെ എല്ലാവരും ജയിച്ചത്. 9 സീറ്റിലേക്കും പുതിയതായി നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ച ശേഷമാണ് വോട്ടെടുപ്പും വോട്ടെണ്ണലും നടത്തിയത്. കനത്ത പോലീസ് സുരക്ഷയിലായിരുന്നു തിരഞ്ഞെടുപ്പ്. ഒക്ടോബർ 10-നാണ് ആദ്യം തിരഞ്ഞെടുപ്പ് നടന്നിരുന്നത്. ക്ലാസ് പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതിനായുള്ള മത്സരത്തിൽ KSUവിനും SFIക്കും 6 സീറ്റുകളിൽ തുല്യ വോട്ടുകൾ ലഭിച്ചിരുന്നു. തുടർന്ന് നറുക്കെടുപ്പിലൂടെ KSUവിന് 4-ഉം SFIക്ക് 2 സീറ്റുകളിലായിരുന്നു വിജയം. ഇതേ തുടർന്ന് തർക്കമുണ്ടാവുകയും കോളേജിനകത്തും പുറത്തും സംഘർഷ സാധ്യത ഉടലെടുക്കുകയും ചെയ്തു. തുടർന്നാണ് ജനറൽ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് മാറ്റിവച്ചത്. ശേഷം യൂണിയൻ തിരഞ്ഞെടുപ്പ് നടപടികൾ നിയമാനുസൃതം തുടരണമെന്നാവശ്യപ്പെട്ട് KSU കോടതിയെ സമീപിക്കുകയും കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് ശനിയാഴ്ച തിരഞ്ഞെടുപ്പ് നടക്കുകയുമായിരുന്നു. വിജയിച്ച KSU പ്രതിനിധികൾ കോളേജിലും പാലപ്പുറത്തും ആഹ്ലാദ പ്രകടനവും നടത്തി. CCN ഒറ്റപ്പാലം. കരിമ്പയിൽ 2 ദിവസമായി നടന്നുവന്ന CPM മണ്ണാർക്കാട് ഏരിയ സമ്മേളനം സമാപിച്ചു. കരിമ്പ മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ദീർഘകാലം ഏരിയ കമ്മിറ്റി അംഗവുമായിരുന്ന NK നാരായണൻകുട്ടിയെ ഏരിയ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TM ശശിയാണ് 21-അംഗ പാനൽ അവതരിപ്പിച്ചത്. ഇതോടെ PK ശശിയെ അനുകൂലിക്കുന്ന 4 പേർ മത്സരിക്കാൻ സന്നദ്ധരായെങ്കിലും പിന്നീട് സ്വമേധയാ പിന്മാറി. പാനൽ ഐക്യകണ്ഠേന അംഗീകരിക്കപ്പെട്ടു.
മുൻ ഏരിയ സെക്രട്ടറി UT രാമകൃഷ്ണൻ, K കോമളകുമാരി, KS കൃഷ്ണദാസ്, KK രാജൻ, T ഷാജ് മോഹൻ, നിസാർ മുഹമ്മദ്, P അലവി, M വിനോദ് കുമാർ, K മൻസൂർ, TR സെബാസ്റ്റ്യൻ, K ശോഭൻ കുമാർ, മുഹമ്മദ് അലി ഐലക്കര, N മണികണ്ഠൻ, P പങ്കജവല്ലി, M മനോജ്, അബ്ദുൾ സലീം, P മുസ്തഫ, പ്രജീഷ്, K ചന്ദ്രൻ, K ശ്രീരാജ് എന്നിവരാണ് ഏരിയ കമ്മിറ്റിയിലെ മറ്റംഗങ്ങൾ. 27 അംഗ ജില്ലാ സമ്മേളന പ്രതിനിധികളെയും ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തു. നിലവിൽ PK ശശിയുടെ കൂടെയുണ്ടായിരുന്ന പുതിയ ഏരിയ സെക്രട്ടറി NK നാരായണൻകുട്ടിയും സംസാരിച്ചു. പക്ഷേ ഇനി ഒരു കാര്യം നിങ്ങൾക്ക് തീർച്ചപ്പെടുത്താം, മണ്ണാർക്കാട്ടിലെ CPIM ഇനി ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും CPIMന്റെ സംഘടനാ വളർച്ചയ്ക്ക് വേണ്ടി മാത്രമായിരിക്കുമെന്ന ഉറപ്പാണ് ഈ പൊതുസമ്മേളനം മുമ്പാകെ സൂചിപ്പിക്കാനുള്ളത്. ഏതെങ്കിലും വ്യക്തിയുടെയോ വ്യക്തികളുടെയോ പിന്നിൽ അണിനിരക്കലല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകന്റെ ഉത്തരവാദിത്തമെന്നും അവരുടെ പ്രവർത്തനം സ്വന്തം പാർട്ടിക്ക് വേണ്ടി ആയിരിക്കണമെന്നുമുള്ള തിരിച്ചറിവ് ഇന്നലെയും ഇന്നുമായി പങ്കെടുത്തിട്ടുള്ള മുഴുവൻ സഖാക്കളും വലിയ തോതിൽ അത്തരം ചർച്ചയാണ് ഊന്നി പറഞ്ഞിട്ടുള്ളത്. ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി കരിമ്പയിൽ റെഡ് വോളണ്ടിയർ മാർച്ചും നടന്നു. കമ്മ്യൂണിസ്റ്റ് മഹാപ്രസ്ഥാനത്തിന്റെ പാലക്കാട് ജില്ലാ നേതാക്കളും സംസ്ഥാന നേതാക്കളും സംബന്ധിക്കുകയാണ്. ഈ മഹാറാലിയിൽ അണിനിരക്കുന്നതിന് വേണ്ടി ഒരു രാഷ്ട്രീയ തമ്പുരാക്കന്മാരെ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞ വർഗീയതയുടെ കാവിക്കൊടി നാടിന് ആവശ്യമില്ല എന്ന് പ്രഖ്യാപിച്ചു. CCN മണ്ണാർക്കാട്. CPIM ഒറ്റപ്പാലം ഏരിയ സമ്മേളനത്തിന് പാലപ്പുറം ലക്ഷ്മിനാരായണ കോളേജിൽ തുടക്കമായി. മുതിർന്ന നേതാവ് E രാമചന്ദ്രൻ പതാക ഉയർത്തി. പ്രതിനിധി സമ്മേളനം CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. വലിയ രൂപത്തിലുള്ള ഒരിക്കലും രാഷ്ട്രീയ സംസ്കാരങ്ങൾക്ക് യോജിക്കാത്ത ഏത് കുൽസിത മാർഗത്തിലൂടെയും ഒരു ജനാധിപത്യ ഗവൺമെന്റിനെ അട്ടിമറിക്കും ഞങ്ങൾ. ആ അട്ടിമറിക്ക് ഞങ്ങളും ഒപ്പമുണ്ട് എന്ന് ഒരു മടിയുമില്ലാതെ പ്രഖ്യാപിക്കുന്ന കോൺഗ്രസിന്റെ രാഷ്ട്രീയം, ഇതെല്ലാം കേരളത്തിന്റെ ഭാവി രാഷ്ട്രീയത്തിന് വലിയ അപകടകരമാണ്. C അബ്ദുൽ ഖാദർ താൽക്കാലിക അധ്യക്ഷനായി. സംഘാടക സമിതി കൺവീനർ K രാജേഷ് സ്വാഗതം പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റി അംഗം KS അലീഖ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ S അജയ്കുമാർ, V ചെന്താമരാക്ഷൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ M ഹംസ, MR മുരളി എന്നിവർ പങ്കെടുത്തു. ഏരിയ സെക്രട്ടറി S കൃഷ്ണദാസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. 150 പ്രതിനിധിയും 22 ഏരിയ കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ 172 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഞായറാഴ്ച വൈകിട്ട് 4-ന് പാലപ്പുറം NSS കോളേജ് പരിസരത്ത് നിന്ന് ചുവപ്പ് സേന വോളണ്ടിയർ മാർച്ചും ബഹുജന റാലിയും ആരംഭിക്കും. ചിനക്കത്തൂർക്കാവ് മൈതാനത്ത് പൊതുസമ്മേളനം CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് ഉദ്ഘാടനം ചെയ്യും. ഭവിൻ വിനോദ്, ബൽറാം, അനുശ്രീ എന്നിവരുടെ നേതൃത്വത്തിൽ ഗാനമേളയും ഉണ്ടാകും. CCN ഒറ്റപ്പാലം. കോൺഗ്രസ് വിട്ടെത്തിയ ഡോക്ടർ P സരിൻ CPM ഒറ്റപ്പാലം ഏരിയ സമ്മേളന സദസ്സിലെത്തി. കോൺഗ്രസിലായിരിക്കെ പ്രവർത്തന മണ്ഡലമായിരുന്ന ഒറ്റപ്പാലത്തെ ഏരിയ സമ്മേളനത്തിനാണ് ഉദ്ഘാടന സമയത്ത് സരിനെത്തിയത്. ശ്രീസഖാക്കൾ നമ്മുടെ കെട്ടിടത്തിന് മുകളിലെ നിലയിൽ 1-ാം നിലയിലുള്ള ബാത്റൂമുകളാണ് ഉപയോഗിക്കുന്നത്. ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിന്റെ ഉദ്ഘാടന പ്രസംഗം സമാപിക്കുന്നതുവരെ സരിൻ സദസ്സിലുണ്ടായിരുന്നു. പ്രതിനിധി സമ്മേളനം തുടങ്ങും മുൻപാണ് വേദി വിട്ടത്. 2016 മുതൽ കോൺഗ്രസിൽ സരിന്റെ പ്രവർത്തന മണ്ഡലം ഒറ്റപ്പാലമായിരുന്നു. ഇക്കാലത്താണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയായും കോൺഗ്രസിന്റെ സാമൂഹിക വിഭാഗം മേധാവിയായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിരുന്നത്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലത്ത് UDF സ്ഥാനാർത്ഥിയായി സരിൻ മത്സരിച്ചിരുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് വിട്ട് LDFിലെത്തി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായും മത്സരിച്ചു. അതിനുശേഷം ആദ്യമായാണ് ഒരു CPM സമ്മേളന വേദിയിലെത്തുന്നത്. പ്രതിനിധിയല്ലെങ്കിലും സമ്മേളനത്തിന് സരിന് നല്ല സ്വീകരണമാണ് ലഭിച്ചത്. രക്തസാക്ഷി സ്തൂപത്തിന് മുന്നിൽ നിന്ന് സരിനൊപ്പം സെൽഫിയെടുക്കാനും പ്രവർത്തകരുടെ മത്സരമായിരുന്നു. ജില്ലാ നേതാക്കൾ ഉൾപ്പെടെ അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. സരിന് CPMൽ അർഹമായ സ്ഥാനം നൽകുന്നതിനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് സമ്മേളനവേദിയിലെ സാന്നിധ്യം. CCN ഒറ്റപ്പാലം. CPIM പെരിന്തൽമണ്ണ ഏരിയ സമ്മേളനം തുടങ്ങി. ആനമങ്ങാട് നടക്കുന്ന പ്രതിനിധി സമ്മേളനം CPIM ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. 180 പ്രതിനിധികളും 18 ഏരിയ കമ്മിറ്റി അംഗങ്ങളും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്.
നമ്മുടെ ദൈനംദിന രാഷ്ട്രീയ പ്രവർത്തനത്തെ, സംഘടനാ പ്രവർത്തനത്തെ സ്വാധീനിക്കുന്നതാണ്. നമ്മുടെ പാർട്ടി സഖാക്കൾക്ക് ആത്മവിശ്വാസം നൽകുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ലക്ഷ്യമായ സോഷ്യലിസ്റ്റ് സമൂഹ നിർമ്മിതി, അതിൻ്റെ ഒരു ഇന്നത്തെ സാഹചര്യം, ഇന്നത്തെ ഒരു അവസ്ഥ, ഇത് മാത്രമാണ് ഞാനൊന്ന് സൂചിപ്പിച്ചു പോകുന്നത്. മുതിർന്ന സമ്മേളന പ്രതിനിധി NP ഉണ്ണികൃഷ്ണൻ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളന പരിപാടികൾ ആരംഭിച്ചത്. പ്രതിനിധികളും 18 ഏരിയ കമ്മിറ്റി അംഗങ്ങളും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സ്വാഗത സംഘം ചെയർമാൻ EV ശങ്കരനാരായണൻ സ്വാഗതം പറഞ്ഞു. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ U അജയൻ രക്തസാക്ഷി പ്രമേയവും MK ശ്രീധരൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. P ഗോവിന്ദപ്രസാദ്, P ഷാജി, P സൗമ്യ, KK സിദ്ദിഖ് എന്നിവരടങ്ങിയ പ്രസീഡിയം സമ്മേളനം നിയന്ത്രിച്ചു. ഏരിയ സെക്രട്ടറി E രാജേഷ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർന്ന് ഗ്രൂപ്പ് ചർച്ചയും പൊതുചർച്ചയും നടന്നു. ഞായറാഴ്ച പുതിയ ഏരിയ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കൽ, ജില്ലാ സമ്മേളന പ്രതിനിധികളെ തിരഞ്ഞെടുക്കൽ, പ്രമേയാവതരണം എന്നിവയും ഉണ്ടാകും. CCN പെരിന്തൽമണ്ണ. അമ്പെയ്ത്ത് ചാമ്പ്യൻഷിപ്പിൽ ദേശീയ തലത്തിൽ മത്സരിക്കാനൊരുങ്ങുകയാണ് ആദിദേവ്. പെരുമ്പാവൂരിൽ നടന്ന സംസ്ഥാനതല മത്സരത്തിലൂടെയാണ് ആദിദേവ് ഉത്തരാഖണ്ഡിൽ നടക്കുന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിന് യോഗ്യത നേടിയത്. ചെർപ്പുളശ്ശേരി സ്വദേശിയാണ് ഈ മിടുക്കൻ. ദേശീയ അമ്പെയ്ത്ത് ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കാനൊരുങ്ങുകയാണ് ആദിദേവ്. തൃശൂർ MSA അക്കാദമിയിലൂടെയുള്ള ചിട്ടയായ പരിശീലനത്തിലൂടെയാണ് ആദിദേവ് ചാമ്പ്യൻഷിപ്പിനിറങ്ങുന്നത്. ആദ്യം കഞ്ചിക്കോട് നടന്ന ജില്ലാ മത്സരത്തിലും പെരുമ്പാവൂരിൽ നടന്ന സംസ്ഥാന മത്സരത്തിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചാണ് ആദിദേവ് ഉത്തരാഖണ്ഡിൽ നടക്കുന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിൽ ഇടം പിടിച്ചത്. 2000-ഓളം പേർ മത്സരത്തിൽ പങ്കെടുത്തിരുന്നു. പഠനം തൃശൂരാണെങ്കിലും പാലക്കാട് ജില്ലയ്ക്ക് വേണ്ടിയാണ് ആദിദേവ് കളത്തിലിറങ്ങുന്നത്. ജനുവരിയിലാകും ദേശീയ മത്സരം നടക്കുക. ഇതിനുള്ള തയ്യാറെടുപ്പിലാണ് ഈ കൊച്ചുമിടുക്കൻ. വിജയത്തിലുള്ള സന്തോഷവും ആദിദേവ് പങ്കുവച്ചു. നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് പിന്നെ എനിക്ക് അധികം പ്രാക്ടീസ് ചെയ്യാനും പറ്റിയില്ല. കോച്ചിങ് സെൻറ്റർ കുറച്ച് ദൂരമുണ്ട്. പിന്നെ അങ്ങനെ പ്രാക്ടീസ് ഒരാഴ്ചയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്തിട്ട് കിട്ടി. കോമ്പറ്റീഷൻ ഭയങ്കര ടൈറ്റ് ആയിരുന്നു. എല്ലാ കുട്ടികളും നല്ല പ്രിപ്പയർ ആയിരുന്നു. അത് നല്ലൊരു രസമുണ്ടായിരുന്നു. കിട്ടും ഒരു പുതിയ എക്സ്പീരിയൻസ്. പിന്നെ ഞങ്ങളുടെ അവിടുത്തെ ടീം ഭയങ്കര അടിപൊളിയായിരുന്നു. ഇതുകൂടാതെ സ്കൂളുകളിലും മറ്റും നടക്കുന്ന വിവിധ ചാമ്പ്യൻഷിപ്പുകളിൽ ആദിദേവ് മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട്. ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആദിദേവ്. അണ്ടർ 13 കാറ്റഗറിയിലാണ് മത്സരിക്കുന്നത്. ഈ ലോക്ക്ഡൗണിന്റെ സമയത്തൊക്കെ ഫസ്റ്റായിട്ട് ചെറിയ ചെറിയ ബോയൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ വിട്ടിട്ടാണ് ആദ്യം ഒരു പരിചയം ഉണ്ടായത്. പിന്നെ ഞങ്ങളുടെ സ്കൂളിൽ എക്സ്ട്രാ കരിക്കുലറിൽ ഇങ്ങനെ വന്നു. അപ്പോൾ അത് ഭയങ്കര ഇതായിരുന്നു. അതിൽ ചേർന്നു. പിന്നെ അപ്പോൾ ഹരി സാർ, ഫസ്റ്റ് ഒരു സാറുണ്ടായിരുന്നു. ആ സാർ ഇങ്ങനെ കൊണ്ടുപോയി പുതിയ ബോ ഒക്കെ മേടിക്കാൻ പറഞ്ഞു. മേടിച്ചപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ്. പിന്നെ ഇങ്ങനെ പുതിയ കോമ്പറ്റീഷനിൽ ഇങ്ങനെ പോയി അങ്ങനെ കിട്ടിയതാണ്. ചെർപ്പുളശ്ശേരി കൈരളി നഗർ സൗപർണികയിൽ മനോജ് രമ്യ ദമ്പതികളുടെ മകനാണ് ആദിദേവ്. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന അയാൻ ദേവ് സഹോദരനാണ്. മകന്റെ വിജയത്തിൽ സന്തോഷമുള്ളതായി അമ്മ രമ്യ പറഞ്ഞു. വളരെ സന്തോഷം തോന്നുന്നുണ്ട്. പിന്നെ അവന്റെ ചെറുപ്പം മുതലുള്ള ഒരു ക്രേസാണ് ഈ ഒരു ആർച്ചറി എന്ന് പറയുന്നത്. അവനായിട്ട് തന്നെ തിരഞ്ഞെടുത്ത ഒരു ഫീൽഡാണ്. അവന്റെ താല്പര്യം കൊണ്ട് പിന്നെ നമ്മളും വീട്ടിൽ നിന്ന് നമ്മൾ അതിനു വേണ്ടിയിട്ട് അവന്റെ കൂടെ നിൽക്കുകയാണ് ചെയ്തത്. എന്തായാലും ഒരു നല്ല അങ്ങനെ ഒരു അവസരം കിട്ടിയതിന് ഒരുപാട് സന്തോഷമുണ്ട്. കൊച്ചുമകന് എല്ലാവിധ പിന്തുണയും നൽകാറുണ്ടെന്ന് റിട്ടയർഡ് പോലീസ് ഓഫീസർ കൂടിയായ അച്ചച്ചൻ ദേവദാസും അച്ചമ്മ കോമളവും പറഞ്ഞു. അവനവൻ്റെ ആഗ്രഹമാണ്. ഇപ്പം ഞങ്ങളുടെ പാരൻസിൻ്റെ സപ്പോർട്ട്
വേണ്ട സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നാഷണൽ കിട്ടിയുണ്ട്, ഇനിയിപ്പോൾ നാഷണലിൽ പോയിട്ട് അവൻ കറക്റ്റ് അതിന് വേണ്ടുന്ന എന്ത് വേണമെങ്കിൽ ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്ന സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കാനുണ്ട്. പഠിക്കണമുണ്ട്, കൂടുതൽ പഠിക്കുന്ന വല്ല കുഴപ്പമൊന്നുമില്ല, ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അടുത്ത് തുടർന്ന് പോട്ടേജിട്ടാണ്. ദേശീയ തലത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനുള്ള കഠിന പരിശ്രമത്തിലാണ് ആദിദേവ്. CCN ചെർപ്പുളശ്ശേരി. തിരുവിഴാംകുന്ന് നാലുശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പൂമൂടൽ വഴിപാട് ഡിസംബർ 1-ാം തീയതി ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കുടുംബ ഐശ്വര്യത്തിനും ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധിക്കും വേണ്ടി ഭക്തജനങ്ങൾ ദേവിക്ക് സമർപ്പിക്കുന്ന വഴിപാടാണ് പൂമൂടൽ വഴിപാട്. ഞായറാഴ്ച പുലർച്ചെ 5 മണി മുതൽ ഭക്തജനങ്ങൾക്ക് കുടുംബസമേതം വന്ന് പൂക്കൾ സമർപ്പിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയതായി ഭാരവാഹികൾ പറഞ്ഞു. അഷ്ടപതി, കേളി, മേളം, കലശപൂജ, കലശാഭിഷേകം ചടങ്ങുകൾക്ക് ശേഷം 8:45 മുതൽ വാദ്യഘോഷങ്ങളോടെ പൂമൂടൽ ചടങ്ങ് ആരംഭിക്കും. ക്ഷേത്രം തന്ത്രി പാടേരി ഇല്ലത്ത് സുനിൽ നമ്പൂതിരിപ്പാട്, മേൽശാന്തി മേലെടുത്തുമന ശങ്കരൻ നമ്പൂതിരിപ്പാട്, സഹപൂജാരിമാർ തുടങ്ങിയവർ നേതൃത്വം നൽകും. തുടർന്ന് പ്രസാദ ഊട്ടും നടക്കും. ഈ വർഷത്തെ പൂമൂടൽ വഴിപാട് 2024 ഡിസംബർ മാസം 1-ാം തീയതി വൃശ്ചികം 16-ന് ഭക്തിയാദരപൂർവ്വം നടത്താൻ ക്ഷേത്ര കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. ഡിസംബർ മാസം 1-ാം തീയതി ഞായറാഴ്ച പുലർച്ചെ 4 മണിക്ക് നട തുറന്ന് 4:30-ന് ഗണപതി ഹോമത്തോടുകൂടി ചടങ്ങുകൾക്ക് ആരംഭം കുറിക്കും. കുടുംബൈശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനും വേണ്ടി ഭക്തജനങ്ങൾ ദേവിക്ക് സമർപ്പിക്കുന്ന വഴിപാടാണ് പൂമൂടൽ വഴിപാട്. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് MP രഘുനാഥ്, സെക്രട്ടറി രാജു അടൂർ, അംഗങ്ങളായ ജയൻ, ജയപ്രകാശ്, കൃഷ്ണകുമാർ, വസന്തമോഹൻ, പ്രകാശൻ, അനിൽകുമാർ, സുനിൽകുമാർ, CV ജയൻ, മാതൃസമിതി അംഗങ്ങൾ തുടങ്ങിയവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. CCN ചെത്തല്ലൂർ. ശ്രീകൃഷ്ണപുരത്ത് നടന്ന പാലക്കാട് ജില്ലാ കലോത്സവത്തിൽ ഒറ്റപ്പാലം ഉപജില്ല ഓവറോൾ ജേതാക്കൾ. 904 പോയിന്റ് നേടിയാണ് ഒറ്റപ്പാലം വിജയം നേടിയത്. സമാപന സമ്മേളനവും സമ്മാനദാനവും കോങ്ങാട് MLA അഡ്വക്കേറ്റ് K ശാന്തകുമാരി നിർവഹിച്ചു. ഉപജില്ലകളിൽ 167 പോയിന്റോടുകൂടി മണ്ണാർക്കാട് ഉപജില്ല 3-ാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുണ്ട്. 173 പോയിന്റോടുകൂടി ആലത്തൂർ ഉപജില്ല 2-ാം സ്ഥാനവും 177 പോയിന്റുകളോടുകൂടി ഒറ്റപ്പാലം ഉപജില്ല UP വിഭാഗത്തിൽ 1-ാം സ്ഥാനവും കരസ്ഥമാക്കിയിട്ടുണ്ട്. 868 പോയിന്റ് നേടി പട്ടാമ്പിയാണ് 3-ാം സ്ഥാനത്ത്. സ്കൂളുകളിൽ 460 പോയിന്റ് നേടി ആലത്തൂർ BMSS ഗുരുകുലം ജേതാക്കളായി. കേരള നടനത്തിന്റെ ഫലം കൂടി വന്നതോടെയാണ് കലോത്സവ വിജയികളുടെ അവസാന ചിത്രം തെളിഞ്ഞത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 386 പോയിന്റോടെ മണ്ണാർക്കാട് മുന്നിലെത്തി. 385 പോയിന്റോടെ ഒറ്റപ്പാലം 2-ാം സ്ഥാനവും 374 പോയിന്റോടെ പാലക്കാട് 3-ാം സ്ഥാനവും നേടി. ഹൈസ്കൂൾ വിഭാഗത്തിൽ 367 പോയിന്റോടെ ഒറ്റപ്പാലം ഉപജില്ലയാണ് ജേതാക്കൾ. പട്ടാമ്പി 355 പോയിന്റോടെ 2-ാം സ്ഥാനവും മണ്ണാർക്കാട് 347 പോയിന്റോടെ 3-ാം സ്ഥാനവും നേടി. UP വിഭാഗത്തിൽ 177 പോയിന്റോടെ ഒറ്റപ്പാലമാണ് മുന്നിൽ. ആലത്തൂർ 173 പോയിന്റോടെ 2-ാം സ്ഥാനവും മണ്ണാർക്കാട് 167 പോയിന്റോടെ 3-ാം സ്ഥാനവും നേടി. സമാപന സമ്മേളനം K ശാന്തകുമാരി MLA ഉദ്ഘാടനം ചെയ്തു. ഏത് ഉപജില്ലയാണ് 1-ാം സ്ഥാനത്ത് പോകുന്നത് എന്ന് നമ്മൾ ആഗ്രഹത്തിന്റെ അല്ലെങ്കിൽ ഒരു അറിയാനുള്ള ഒരു ആവേശത്തിന്റെ ഭാഗമായി മനസ്സിലാക്കുന്നതിനപ്പുറത്ത് പാലക്കാട് ജില്ലയിൽ ഏത് ഉപജില്ല ജയിച്ചാലും ഈ ജില്ലയാണ് നേട്ടമുണ്ടാക്കുന്നത്. ഈ ജില്ല ഒറ്റ ടീമായി സംസ്ഥാനതല മത്സരത്തിൽ സ്വർണ്ണക്കപ്പുമായി തിരിച്ചു വരാനുള്ള എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബീനുമോൾ അധ്യക്ഷയായി. K ബാബു MLA മുഖ്യാതിഥിയായി. RDD ഡോക്ടർ PM അനിൽ, ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ P സുനിജ, രാധിക തുടങ്ങിയവർ സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം. കാഴ്ചകളുടെ ഉത്സവം കൂടിയാണ് കലോത്സവം. കലയുടെ മാത്രമല്ല ജീവിതത്തിന്റെയും. വേദിയിൽ മത്സരിച്ച് ജയിക്കാനൊരുങ്ങുന്നവർക്കിടയിൽ ജീവിതത്തെ ജയിക്കാനായി പോരാടുന്ന ചിലരെ കൂടി വേദിക്ക് പുറത്തു കാണാം. അവരെക്കുറിച്ചാണ് അടുത്ത റിപ്പോർട്ട്. കേരള സൂപ്പർ പ്രോഗ്രാം സൂപ്പർ. ശ്രീകൃഷ്ണപുരത്തെ കലയുടെ നക്ഷത്ര തിളക്കമാണ്. ചിലർക്കിത് സ്വന്തം ജീവിതത്തിന്റെ തിളക്കം കൂട്ടാനുള്ള ഉപജീവന വേദി കൂടിയാണ്. നമ്മളെ തേടി നമുക്ക് ചുറ്റുമുണ്ട്.
കലോത്സവ നഗരിക്കു പുറത്തെ കടകളിൽ ഇവരെ കാണാം. ജീവിതത്തോട് മത്സരിക്കുന്നവർ. മിഠായിക്കടയിലും സർബത്ത് കടയിലുമെല്ലാം ആളുകൾ കൂട്ടം കൂടുമ്പോൾ മറ്റൊരിടത്ത് ആൾക്കൂട്ടത്തിലേക്ക് നീട്ടിപ്പിടിച്ച ബലൂണുമായും അവരെത്തും. പരാജയപ്പെട്ടു പോകാതിരിക്കാൻ പണിപെടുന്നവർ. ബീഹാരി സ്വദേശിയായ ധർമ്മേന്ദ്രനും കുടുംബവും അതുപോലെയാണ്. മഴ പെയ്ത് വീടിനുള്ളിൽ വെള്ളം കയറി സർബത്തും നഷ്ടപ്പെട്ടപ്പോഴാണ് ഭാര്യയും മക്കളുമൊത്ത് ധർമ്മേന്ദ്രൻ ബീഹാറിൽ നിന്നും കേരളത്തിലേക്ക് വണ്ടി കയറുന്നത്. മുൻപും കേരളത്തിൽ കച്ചവടത്തിനായി എത്തിയിട്ടുള്ള ധർമ്മേന്ദ്രനറിയാം ഇപ്പോൾ ഉത്സവങ്ങളുടെയും കലോത്സവങ്ങളുടെയും ഒക്കെ കാലമാണെന്ന്. ബീഹാറിൽ നിന്നും പുറപ്പെടുമ്പോൾ വിശപ്പകറ്റാനുള്ള വേദി ഇവിടെ തെളിയുമെന്ന ആത്മവിശ്വാസം മാത്രമായിരുന്നു കൈമുതൽ. ധർമ്മേന്ദ്രന് 4 മക്കളുണ്ട്. 2 പേർ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നവർ. അവരും അച്ഛനെയും അമ്മയെയും കച്ചവടത്തിൽ സഹായിക്കുന്നുണ്ട്. ഓരോ വേദികൾക്കരികിലുമെത്തി ഇവർ കൗതുകത്തോടെ നോക്കി നിൽക്കുന്നത് കാണാം. വിറ്റുപോകുന്ന ബലൂണുകളുടെ സന്തോഷം ഉയരുന്നുണ്ടെങ്കിലും ഉള്ളിൽ ചെറിയ വിങ്ങലുണരുന്നത് മുഖത്ത് തെളിയുന്നുണ്ട്. എന്നാൽ ഇത്രയും വലിയ കലയുടെ ഉത്സവം കാണാൻ കഴിഞ്ഞതിൻ്റെ ആഹ്ലാദം ആ വിങ്ങലുകളെയെല്ലാം മായ്ക്കുന്നുണ്ട്. ശ്രീകൃഷ്ണപുരത്തെ കലാപൂരം ആസ്വദിച്ച് ബലൂണുകൾ വിറ്റൊഴിക്കുന്ന ധർമ്മേന്ദ്രൻ പറയുന്നു, കേരളം അച്ഛാ ഹേ, കലോത്സവം ബഹൂത്ത് അച്ഛാ ഹേ. കലയും ജീവിതവും കെട്ടിപ്പിണഞ്ഞു കിടക്കുന്ന മനോഹര കാഴ്ചകളുടെ വേദികൾ കൂടിയാണ് എല്ലാ കലോത്സവങ്ങളും. ചിലർ മത്സരിക്കുന്നത് ജീവിതത്തിലാണ്, മറ്റു ചിലർ വേദിയിലും. അർഷാദ് ഐനല്ലി, CCN ന്യൂസ്, പാലക്കാട്. റവന്യൂ സ്കൂൾ കലോത്സവം കാണാനെത്തിയ 2.5 വയസ്സുകാരി അവനിക വിജയികൾക്കൊപ്പം ആഹ്ലാദത്തിൽ. റവന്യൂ കലോത്സവത്തിന്റെ സംഘനൃത്ത വേദിയിൽ നിന്ന് റിപ്പോർട്ടർ അരുൺകുമാർ മോഹനവാര്യർ പകർത്തിയ കൗതുക കാഴ്ച. കാഞ്ഞിരപ്പുഴ സ്വദേശി ആർ വിഷ്ണുവും ഭാര്യ അനുഷയും 2.5 വയസ്സുകാരി അവനികയുമാണ് റവന്യൂ സ്കൂൾ കലോത്സവം കാണാനെത്തിയത്. സംഘനൃത്തവേദിയിൽ തകർത്താടിയ നൃത്തങ്ങൾ, നിറഞ്ഞ വേദി. സ്ഥലക്കുറവ് കാരണം പിന്നിലായിരുന്നു. തൊട്ടടുത്ത് തെയ്യത്തിന്റെ വേഷത്തിൽ നൃത്തം കഴിഞ്ഞ് അട്ടപ്പാടി MRHSSലെ കുട്ടികൾ. ഇതോടെ തൊട്ടടുത്തിരിക്കുന്ന 2.5 വയസ്സുകാരി കുഞ്ഞവനികക്ക് ലേശം കൗതുകം. ഇതോടെ കുട്ടികൾ അവനികയുമായി ചെങ്ങാത്തത്തിലായി. സമയം ഇങ്ങനെ ഒരുപാട് കഴിഞ്ഞു. മത്സരക്കുട്ടികൾക്കൊപ്പം കുഞ്ഞവനികയും കളിത്തിരക്കിൽ. മത്സരം പൂർത്തിയായി റിസൾട്ട് വരാൻ കാത്തുനിൽക്കുമ്പോൾ കുട്ടികളെല്ലാം ടെൻഷനിലായി. എന്നാൽ കുഞ്ഞ് അവനികക്ക് ടെൻഷൻ തീരെയില്ല. അറിയിപ്പ് വന്നു, അട്ടപ്പാടി MRHSSലെ കുട്ടികൾക്ക് 1ാം സ്ഥാനം. എല്ലാവരും ആഘോഷത്തിലേക്ക്. ഒപ്പം അവനികയും. ചേച്ചിമാർക്കൊപ്പം വിജയം ആഘോഷിച്ചു. വേദിയിലെ മത്സരങ്ങൾ പൂർത്തിയായതോടെ മടങ്ങാൻ അച്ഛൻ വിഷ്ണു അവനികയ്ക്ക് നേരെ കൈനീട്ടി. എന്നാൽ ചേച്ചിമാരെ വിട്ടുവരാൻ അവനികയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. ഇതോടെ ബലമായി കുട്ടിയെ എടുത്തതോടെ അവനിക പൊട്ടിക്കരഞ്ഞു. ഇതോടെ ചേച്ചിമാർക്കും ഒത്തിരി സങ്കടമായി. വിദ്യാർത്ഥികൾക്ക് ഒരു വശത്ത് 1ാം സ്ഥാനം കിട്ടിയ സന്തോഷം, മറുവശത്താവട്ടെ അവനിക വീട്ടിലേക്ക് പോകുന്നതിൻ്റെ സങ്കടവും. CCN ന്യൂസ്, കടമ്പഴിപ്പുറം. ഇരുള നൃത്തത്തിൽ ആനന്ദ നൃത്തമാടി ഷോളയൂർ ഗവൺമെന്റ് ട്രൈബൽ ഹൈസ്കൂൾ. സ്കൂളിലെ ഇരുള വിഭാഗത്തിൽപ്പെട്ട 12 പേരാണ് കലോത്സവ വേദിയിൽ ഇരുള നൃത്തം അവതരിപ്പിച്ചത്. HS വിഭാഗത്തിൽ 1ാം സ്ഥാനവും നേടി. ഫസ്റ്റ് കോൾ നമ്പർ 229 സംസ്ഥാനത്തേക്ക് പരിഗണിച്ചിരിക്കുന്നു. നന്ദി, നമസ്കാരം. അട്ടപ്പാടി ചുരമിറങ്ങി വള്ളുവനാടിന്റെ മണ്ണിൽ ഗോത്രവിഭാഗത്തിന്റെ ഇരുള നൃത്തമാടിയ ഷോളയൂർ ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിന് ഹൈസ്കൂൾ വിഭാഗത്തിൽ 1ാം സ്ഥാനം. ജില്ലാ കലോത്സവ വേദിയിൽ ആദ്യമായി എത്തിയ ഇരുള നൃത്തത്തിൽ സംസ്ഥാനതലത്തിലേക്ക് തെരഞ്ഞെടുത്തത് അട്ടപ്പാടിയിലെ തന്നെ കുട്ടികളെയാണ് എന്നത് വിജയത്തിന് ഇരട്ടി മധുരമായി. വിജയാരവം മുഴക്കി അധ്യാപകരും വിദ്യാർത്ഥികൾക്കൊപ്പം നൃത്തം വെച്ചു.
ഷോളയൂർ സ്കൂളിനായി ഇരുള വിഭാഗത്തിൽപ്പെട്ട 12 പേരാണ് വേദിയിൽ ഇരുള നൃത്തം അവതരിപ്പിച്ചത്. അധ്യാപകരായ VK രംഗസ്വാമിയും ഭാര്യ CB മല്ലികയുടെയും നേതൃത്വത്തിലായിരുന്നു പരിശീലനം. ഓർമ്മ വെച്ച കാലം മുതൽ നൃത്തം കണ്ടു വളർന്നതിനാൽ പ്രത്യേക പരിശീലനം ആവശ്യമായി വന്നില്ലെന്ന് കുട്ടികൾ പറയുന്നു. പാട്ടൊക്കെ കണ്ടെത്താൻ കഴിയുന്നത് പാടി തന്നെയാണ് പണ്ട് വീട്ടിലൊക്കെ. വേദിയിൽ അവതരിപ്പിക്കുന്നതിന്റെ രീതികളെക്കുറിച്ച് മാത്രമാണ് പരിശീലിച്ചത്. തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഈ പാട്ടുകളെല്ലാം കുട്ടികൾക്ക് തന്നെ അറിയാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്റ്റേജിൽ എങ്ങനെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്ന് മാത്രം ഞാൻ അധ്യാപകർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ബാക്കി പാട്ടുകളും അതിനനുസരിച്ചുള്ള ഡാൻസും നൃത്തവും എല്ലാം കുട്ടികൾക്ക് കൃത്യമായിട്ട് അറിയാം. ഷോളയൂർ ഹൈസ്കൂൾ ജില്ലാ തലത്തിൽ ആകെ മത്സരിച്ചതും ഇരുളു നൃത്തത്തിൽ മാത്രമാണ്. വേദി 11 തമ്പോലയിലായിരുന്നു ഇരുളു നൃത്തം അരങ്ങേറിയത്. കുട്ടികളുടെ പ്രകടനം ഗംഭീരമായിരുന്നു. ഇരുള നൃത്തം എന്നുള്ളത് ലോകത്തിൻ്റെ മുമ്പിലേക്ക് എത്തിക്കാൻ നമ്മളെ കൊണ്ട് കഴിയും. നമ്മളത് ലോകത്തിൻ്റെ അരികിലെത്തിക്കും. ഞങ്ങളുടെ ഊരും ഭാഷയും എല്ലാം. അപ്പോൾ ഇവിടെയുള്ള അധ്യാപകരും കുട്ടികളും വളരെ സന്തോഷത്തിലാണ്. ഇപ്പോൾ ഇവിടെ ക്രിസ്റ്റ് ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ സംസ്ഥാന തലത്തിൽ ഇവർക്ക് നല്ല മികച്ചൊരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ആളും ആരവവും നിറഞ്ഞ പാലക്കാട് ജില്ലാ കലോത്സവത്തിലെ കോൽക്കളി വേദി. എല്ലാ സംഘങ്ങൾക്കുമൊപ്പം പ്രോത്സാഹനത്തിന് നിരവധി പേരാണ്. മലബാറിലെങ്ങും മുൻപ് പ്രചാരത്തിലുണ്ടായിരുന്ന കലാരൂപമാണ് കോൽക്കളി. കലോത്സവ വേദികളിലെ ജനപ്രിയ ഇനങ്ങളിൽ ഒന്നാണ് കോൽക്കളി മത്സരം. ചടുല താളത്തോടെയുള്ള വാശിയേറിയ കോൽക്കളി മത്സരം ആസ്വദിക്കാൻ പാലക്കാട് റവന്യൂ കലോത്സവ വേദിയായ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ 100 കണക്കിന് ആളുകളാണ് എത്തിയത്. കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ പ്രചാരത്തിലുള്ള നാടൻ കലാരൂപമാണ് കോൽക്കളി. വടക്കൻ മലബാറിൽ മുസ്ലിം സമുദായത്തിലാണ് കോൽക്കളിക്ക് പ്രാധാന്യമേറെയുള്ളത്. കളരിപ്പയറ്റിൽ നിന്നാണ് കോൽക്കളിയുടെ ചുവടുകൾ രൂപം കൊണ്ടതെന്ന് കരുതുന്നു. CCN കടമ്പഴിപ്പുറം. ശ്രീകൃഷ്ണപുരത്ത് നടന്ന റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ 5 നാളും മാതൃകാപരമായി സന്നദ്ധ സേവനം നടത്തി ട്രോമാ കെയർ സേനാംഗങ്ങൾ. ഇടവേളകളില്ലാതെ 60ഓളം വോളണ്ടിയേഴ്സിന്റെ സേവനം നൽകാൻ ട്രോമാ കെയറിനായി.
ജില്ലാ കലോത്സവം സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വന്ന കോങ്ങാട് MLA കെ ശാന്തകുമാരി, നെന്മാറ MLA AK ബാബു എന്നിവർ കലോത്സവ നഗരിയിൽ സജ്ജമാക്കിയ ട്രോമ കെയറിന്റെ പന്തൽ സന്ദർശിച്ചു. പാലക്കാട് ജില്ലാ കലോത്സവം നടക്കുന്ന ശ്രീകൃഷ്ണപുരം ഹൈസ്കൂളിന്റെ വേദിയിൽ കഴിഞ്ഞ 5 ദിവസങ്ങളായിട്ട് നമ്മുടെ നിരവധി കുട്ടികൾക്ക് സഹായം എത്തിക്കുന്ന ഒരു സന്നദ്ധ സംഘടനയാണ് പാലക്കാട് ട്രോമ കെയർ. നമുക്കറിയാം, ഒരു ആൾക്കൂട്ടം വരുമ്പോൾ പെട്ടെന്ന് എന്താണ് ഉണ്ടാവുമെന്ന് പറയാൻ പറ്റും. പെട്ടെന്ന് ഒരു കാഷ്വാലിറ്റി ഉണ്ടാവും. സ്വാഭാവികമായും അതെല്ലാം നേരിടാൻ പറ്റുന്ന ഒരു സന്നദ്ധ സേന നമ്മുടെ പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ പ്രവർത്തിക്കുകയാണ്. കരിമ്പുഴ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന പാലക്കാട് ട്രോമ കെയർ യൂണിറ്റിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. സംഘാടക സമിതിയും വെൽഫെയർ കമ്മിറ്റിയും തങ്ങളിൽ ഏൽപ്പിച്ചു നൽകിയ ദൗത്യം വളരെ വിജയകരമായി നിർവഹിക്കാൻ കഴിഞ്ഞതായി ജില്ലാ ട്രെയിനർ മണി ശ്രീലക്ഷ്മി പറഞ്ഞു. ഇവിടെ ശ്രീകൃഷ്ണപുരത്തെ പാലക്കാട് ജില്ലയുടെ കലോത്സവം, സ്കൂൾ കലോത്സവം നടക്കുന്ന സമയത്ത് ഇവിടുത്തെ സംഘാടക സമിതി നമ്മുടെയൊക്കെ തന്നെ ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇവിടെ വരുന്ന ആൾക്കാർക്കെല്ലാം, കുട്ടികൾക്കും ആർക്കായാലും അവർക്കെല്ലാം ഫസ്റ്റ് എയ്ഡ് നൽകുന്ന രീതിയിലൊരു സേവനം നമുക്ക് ചെയ്യാൻ കഴിയുമോ എന്നാലോചിച്ച സമയത്ത് നമ്മുടെ ജില്ലയിൽ എല്ലാ പ്രവർത്തകരും ചേർന്നുകൊണ്ട് വിവിധ ദിവസങ്ങളിലായി, ഈ 5 ദിവസങ്ങളിലായി ഈ ശ്രീകൃഷ്ണപുരത്തെ വിവിധ സ്കൂളുകളിലെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന വിവിധ സ്ഥലങ്ങളിൽ ഓരോ സ്റ്റേജിലും ഏകദേശം ഒരു 20ഓളം ആൾക്കാരെ കേന്ദ്രീകരിച്ചുകൊണ്ട് നിത്യേന 60 വളണ്ടിയർമാർ ഇവിടെ കേന്ദ്രീകരിക്കുന്ന വിവിധ സമയങ്ങൾ കേന്ദ്രീകരിക്കുന്ന രീതിയിൽ ഞങ്ങൾ ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് എയ്ഡിന് ആവശ്യമായ എല്ലാ കിറ്റും, അവശ്യ വസ്തുക്കളും, മരുന്നും എല്ലാം തന്നെ ഇവിടെ ഉണ്ട്. സേവനം തൃപ്തികരമായി പൂർത്തീകരിച്ചതിൽ പ്രവർത്തകർ അതീവ സംതൃപ്തിയിലാണെന്നും മീഡിയ കൺവീനർ രാജു കരിമ്പുഴ പറഞ്ഞു. വിവിധ ജനപ്രതിനിധികൾ, പോലീസ്, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ ട്രോമ കെയർ ടീം അംഗങ്ങളെ പ്രശംസിച്ചു. CCN കടമ്പഴിപ്പുറം. പാലക്കാട് ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ UP വിഭാഗം കുച്ചിപ്പുടി മത്സരത്തിൽ ആര്യശ്രീക്ക് 1ാം സ്ഥാനം. പുതിയംഗം GPS സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ആര്യശ്രീ. വളരെ സന്തോഷം. 11 ദിവസം കൊണ്ടാണ് പഠിച്ചത്. ഐറ്റം ഇതിലെല്ലാം കാരണം എൻ്റെ ചേച്ചി ആശനായിട്ടാണ്. സപ്പോർട്ട് ചെയ്യാറ് കുച്ചിപ്പുടി മത്സരത്തിൽ വാശിയേറിയ മത്സരമാണ് നടന്നത്. മത്സരത്തിനൊടുവിൽ ആകാംക്ഷയോടെ ഫലപ്രഖ്യാപനം. റിസൾട്ട് വന്നതോടെ ആദ്യം ആവേശം, ആഹ്ലാദം, പിന്നീട് ആനന്ദ കണ്ണീർ. 7 വർഷമായി ആര്യശ്രീ ക്ലാസിക്കൽ ഡാൻസ് പരിശീലിച്ചു വരുന്നുണ്ട്. വിജയം നേടിയതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് ആര്യശ്രീ പറഞ്ഞു. വളരെ സന്തോഷം. 11 ദിവസം കൊണ്ടാണ് പഠിച്ചത്. ഐറ്റം ഇതിലെല്ലാം കാരണം എൻ്റെ ചേച്ചി ആശനായിട്ടാണ്. സപ്പോർട്ട് ചെയ്യാറ് കാവശ്ശേരി രമേശ് രമ്യ ദമ്പതികളുടെ മകളാണ് ആര്യശ്രീ. മകൾക്ക് 1ാം സ്ഥാനം നേടിയതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് മാതാപിതാക്കൾ പറഞ്ഞു. എന്താ പറയാതെ എനിക്ക് അറിയില്ല ആക്ച്വലി. പക്ഷെ ആഷ്ബിന് വലിയൊരു താങ്ക്സ്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പഠിപ്പിച്ചെടുക്കാൻ. അവളും ആദ്യമായിട്ടാണ് കുച്ചിപ്പുടി ചെയ്യണത്. പിന്നെ എന്താ പറയുക, ആഷ്ലി അനിയത്തി നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡെയിലി ഇവൾക്ക് വേണ്ടിയിട്ട് അവരെവിടെയും പോവാതെ വീട്ടിലിരുന്നു. പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനൊക്കെ ആയിട്ട് സന്തോഷം. കുച്ചിപ്പുടി നർത്തകനും കലാകാരനുമായ ആഷ്ബിനാണ് പരിശീലകൻ. UP വിഭാഗം നല്ല നിലവാരമുള്ള മത്സരം തന്നെയായിരുന്നു. ഒരുപാട് കുട്ടികൾ നമുക്ക് ഏതിന് 1ാം സ്ഥാനം കിട്ടും എന്ന് അറിയാൻ പറ്റാത്തൊരു ഇതായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു പാലക്കാട് ജില്ലയിൽ ആദ്യമായിട്ടായിരിക്കും ഇത്രയും നല്ലൊരു ജഡ്ജ്മെന്റ് നടക്കുന്നത്. എല്ലാവരും ഹാപ്പിയാണ്. സ്ത്രീകൾക്ക് ഈ കലോത്സവത്തിന് വന്നു പോകുന്ന എല്ലാവരും കൃത്യമായിട്ട് എല്ലാ ഐറ്റത്തിനും നല്ല ജഡ്ജ്മെന്റാണ് ഇത്ര നേരം നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആള് ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യും. അങ്ങനെ ആളുടെ ഹാർഡ് വർക്കിന്റെ ഫലം തന്നെയാണ് ഈ 1ാം സ്ഥാനം. CCN
പെരിന്തൽമണ്ണ. മംഗലംകളിയിൽ 1ാം സ്ഥാനവും കരസ്ഥമാക്കി സംസ്ഥാന കലോത്സവത്തിലേക്ക് യാത്ര തിരിക്കുകയാണ് കണ്ണാടിയിലെ HS വിദ്യാർത്ഥികൾ. ശ്രീകൃഷ്ണപുരത്ത് നടന്ന ജില്ലാ കലോത്സവത്തിന്റെ അവസാന ദിവസം വാശിയേറിയ മത്സരങ്ങളാണ് നടന്നത്. കാസർഗോഡ് ജില്ലയിലെ തനതു കലാരൂപമായ ഒരു കളിയാണ് മംഗലം കളി. ഗോത്രവിഭാഗത്തിലെ ആളുകളുടെ കല്യാണ തലേന്ന് സന്തോഷത്തോടെ കളിക്കുന്ന കളിയാണിത്. കാസർഗോഡ് ജില്ലയിലെ തനത് കലാരൂപമാണ് ഈ മംഗലം കളി എന്ന് പറയുന്നത്. അത് കണ്ണൂർ ജില്ലയിൽ നിന്ന് ഞങ്ങൾക്ക് ട്രെയിനർ വന്നിട്ട് പഠിപ്പിച്ചതാണ് റംഷി പട്ടൻ സാറും പിന്നെ നന്ദു ഒരപ്പടി സാറും. അപ്പോൾ ഞങ്ങൾ നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട് പഠിക്കാൻ. കല്യാണ വീട്ടിൽ കളിക്കുന്ന ഒരു ദിവസം മുഴുവനും നീണ്ടു നിൽക്കുന്ന ഒരു ചടങ്ങാണ് ഈ മംഗലം കളി എന്ന് പറയുന്നത്. പന്തൽ ഒരുക്കുന്നത് മുതൽ തുടങ്ങുന്ന ഒരു കളിയാണ്. അത് ശരിക്കും പറഞ്ഞാൽ 15 മിനിറ്റിൽ ചുരുക്കി ചെയ്യുക എന്നുള്ളത് വലിയൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ നല്ലൊരു ട്രെയിനേഴ്സും നല്ല അധ്യാപകരുടെ സപ്പോർട്ടും അതേപോലെ നല്ല മക്കളെയും കിട്ടിയതുകൊണ്ട് ഞങ്ങൾ ഇനി നേരെ തലസ്ഥാന നഗരിയിലേക്ക്. ചെറിയതും വലിയതുമായ തുടികളുടെ താളത്തിനനുസരിച്ച് ശരീരം കുനിഞ്ഞ് ഇളകിയാടി കളിക്കുന്ന മനോഹരമായ സംഗീത നൃത്തരൂപത്തെയാണ് കണ്ണാടിയിലെ വിദ്യാർത്ഥികൾ അരങ്ങിൽ പങ്കുവച്ചത്. മത്സരിച്ച മറ്റു മത്സരങ്ങളിൽ പലതിലും പരാജയപ്പെട്ടപ്പോഴും മംഗലം കളിയിലെ വിജയം ഇരട്ടി സന്തോഷം തരുന്നതാണെന്ന് അധ്യാപകരും കുട്ടികളും പറയുന്നു. സ്കൂളിലെ മാനേജ്മെന്റിന്റെയും HM ലിസി ടീച്ചറുടെയും പൂർണ്ണ പിന്തുണയോടെയാണ് മത്സരത്തിൽ പങ്കെടുത്തത്. CCN കടമ്പഴിപ്പുറം. കലോത്സവ വേദിയിൽ അട്ടപ്പാടി MRHSSലെ കുട്ടികൾ തെയ്യവേഷത്തിൽ നിറഞ്ഞാടിയപ്പോൾ പതിവിന് വിപരീതമായി സംഘനൃത്തത്തിലെ 1ാം സ്ഥാനം ഇക്കുറി അട്ടപ്പാടി ചുരം കയറി. മുച്ചിലോട്ട് ഭഗവതിയുടെ കഥയാണ് ഇവർ അവതരിപ്പിച്ചത്. കഴിഞ്ഞ തവണ അപ്പീലിലൂടെയാണ് സംസ്ഥാനത്ത് മത്സരിക്കാൻ എത്തിയതെങ്കിൽ ഇത്തവണ 1ാമതായി തന്നെ എത്തി. മുൻ വർഷങ്ങളിലെല്ലാം പട്ടണങ്ങളിലെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് മാത്രം നിന്നിരുന്ന 1ാം സ്ഥാനമാണ് അട്ടപ്പാടിയിലെ ചുണക്കുട്ടികൾ തങ്ങളുടെ സ്കൂളിലെത്തിച്ചത്. നന്നായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഒത്തിരി പ്രതീക്ഷിച്ചൊന്നും ഇരുന്നില്ല. കാരണം നല്ല കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഈ മത്സരത്തിൽ ജീവിതത്തിലെ ആദ്യമായിട്ടാണ് ഞാൻ ഈ മത്സരത്തിൽ പങ്കെടുത്ത് എഫക്റ്റൊക്കെ എടുത്ത് നന്നായിട്ട് എല്ലാവരുടെ മുമ്പിലും കളിച്ച് നന്നായിട്ടൊരു എല്ലാത്തിലും സബ് ജില്ലയിലും ഫസ്റ്റും ജില്ലയിലും ഫസ്റ്റ് കിട്ടി. എനിക്ക് വളരെ സന്തോഷമാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ ഇത് ഒരിക്കലും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് നല്ല സന്തോഷമാണ്. എനിക്ക് എല്ലാവരും സംഘനൃത്തം എല്ലാവർക്കും നല്ല സന്തോഷം തന്നെയാണ്. ഞങ്ങളുടെ സ്കൂളിലത്തെ എല്ലാവർക്കും നല്ല സന്തോഷം. ഹയർ സെക്കൻഡറി വിഭാഗം മത്സരത്തിലാണ് ഇവർ നേട്ടം കൊയ്തത്. വിധികർത്താക്കൾ ഫലം പ്രഖ്യാപിക്കുമ്പോൾ സദസ്സിൽ നിലയ്ക്കാത്ത കയ്യടികൾ ഉയർന്നു. നൃത്ത അധ്യാപിക M അതുല്യയുടെ ശിക്ഷണത്തിൽ 1.5 മാസത്തോളം പരിശീലിച്ചാണ് സംഘം മത്സരത്തിനെത്തിയത്. എങ്ങനെ കാണുന്നു ഈ കുട്ടികളുടെ ഒരു പ്രകടനം? ആദ്യം പറയേണ്ടത് ഒരു ഒറ്റ കാര്യമുള്ളൂ, ഡാൻസ് പഠിക്കാത്ത കുട്ടികളാണ്. ഫസ്റ്റ് ടൈം കയറുന്നവരാണ് ഇവർ. കുറുമ്പ വിഭാഗത്തിൽ പെട്ട ട്രൈബൽ കുട്ടികളാണ് ഇവർ. നമ്മുടെ ജനറൽ കുട്ടികളുടെ കൂടെ മത്സരിച്ച് പാലക്കാട് ജില്ലാ തലത്തിൽ മത്സരിച്ച് ഫസ്റ്റ് വാങ്ങുക പറയുന്നത് ഇവരെ സംബന്ധിച്ചും നമ്മുടെ MRS അട്ടപ്പാടി സ്കൂളിനെ സംബന്ധിച്ചും വലിയൊരു കാര്യമാണ്. അപ്പോൾ അതിൽ കുട്ടികളും എഫേർട്ട് എടുത്തിട്ടുണ്ട്. അതിന് സപ്പോർട്ട് ചെയ്ത ടീച്ചേഴ്സ് ഉണ്ട്. എല്ലാവരും നമ്മൾ ഒരുപാട് പേര്, നമ്മൾ പാരൻസ് ആയാലും ഒരുപാട് പേര് സപ്പോർട്ട് കൊണ്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് തന്നെ. അപ്പോൾ പിള്ളേരെ പോലെ തന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. മുച്ചിലോട്ട് ഭഗവതിയുടെ കഥയാണ് അവതരിപ്പിച്ചത്. ചുവന്ന വസ്ത്രങ്ങളും മുഖത്ത് ചായവും തേച്ച് തെയ്യരൂപത്തിൽ നിറഞ്ഞാടിയ സംഘത്തിന് അർഹതയ്ക്കുള്ള അംഗീകാരം കൂടിയായിരുന്നു ഈ 1ാം സ്ഥാനം. ഞങ്ങളുടെ പിന്നിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്.
ഹാർഡ് വർക്ക് എടുത്തിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഈ ഒരു അവസ്ഥയിലെത്താൻ പറ്റി. ഞങ്ങളുടെ ഡാൻസ് ടീച്ചർ ഉണ്ട്, അതിൻ്റെ ടീച്ചർ എന്നാണ് പേര്. ഞങ്ങളും ടീച്ചറും പരമാവധി ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഫലം തന്നെയാണെന്നേ പറയാൻ പറ്റുള്ളൂ. ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചാണ്. ഞങ്ങൾ ഒന്നാമത് ട്രൈബൽ കുട്ടികൾ കൂടെയാണ്. ഞങ്ങൾക്ക് ഈ ഒരു നിലയിൽ എത്താൻ പറ്റുമെന്ന് കൂടി ഞങ്ങൾ ചിന്തിച്ചതല്ല. എന്തായാലും ഇവിടം വരെ എത്താൻ സാധിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. ഇതിനെ പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. പങ്കെടുത്ത വിദ്യാർത്ഥിനികൾ പലരും ആദ്യമായാണ് ജില്ലാ മത്സരത്തിൽ കളിക്കുന്നത്. അധ്യാപകരായ കെ വിജേഷ്, മേഘമോൾ, കെ ദിവ്യ, ടി മുരളീധരൻ തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു. CCN കടമ്പഴിപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒറ്റപ്പാലം NSS കോളേജിലെ യൂണിയൻ തിരഞ്ഞെടുപ്പിൽ KSU പാനലിന് ജയം. തിരഞ്ഞെടുപ്പ് മാറ്റിവെച്ച് 50 ദിവസത്തിന് ശേഷം ഹൈക്കോടതി ഇടപെടലിനൊടുവിൽ നടന്ന തിരഞ്ഞെടുപ്പിലാണ് KSU പാനൽ ചെയർമാൻ ഉൾപ്പെടെ 9 ജനറൽ സീറ്റുകളിലും വിജയിച്ചത്. U അനന്തകൃഷ്ണനെ ചെയർമാനായി തിരഞ്ഞെടുത്തു. കോൺഗ്രസ് വിട്ടെത്തിയ ഡോക്ടർ പി സരീൻ CPM ഒറ്റപ്പാലം ഏരിയ സമ്മേളന സദസ്സിലെത്തി. കോൺഗ്രസിലിരിക്കെ പ്രവർത്തന മണ്ഡലമായിരുന്ന ഒറ്റപ്പാലത്തെ ഏരിയ സമ്മേളനത്തിനാണ് ഉദ്ഘാടന സമയത്ത് സരീൻ എത്തിയത്. കരിമ്പയിൽ 2 ദിവസമായി നടന്നുവന്ന CPM മണ്ണാർക്കാട് ഏരിയ സമ്മേളനം സമാപിച്ചു. കരിമ്പ മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ദീർഘകാലം ഏരിയ കമ്മിറ്റി അംഗവുമായിരുന്ന NK നാരായണൻകുട്ടിയെ ഏരിയ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു. പെരിന്തൽമണ്ണയിലും CPIM ഏരിയ സമ്മേളനം തുടങ്ങി. ശ്രീകൃഷ്ണപുരത്തു നടന്ന പാലക്കാട് ജില്ലാ കലോത്സവത്തിൽ ഒറ്റപ്പാലം ഉപജില്ല ഓവറോൾ ജേതാക്കൾ. 904 പോയിന്റ് നേടിയാണ് ഒറ്റപ്പാലം വിജയം നേടിയത്. സമാപന സമ്മേളനവും സമ്മാനദാനവും കോങ്ങാട് MLA അഡ്വക്കേറ്റ് K ശാന്തകുമാരി ഉദ്ഘാടനം ചെയ്തു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക്, മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്.